പരിശുദ്ധ കേട്ട് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേതയുള്ള മാതാവേ, നിന്റെ ദൈവയുടെ ആഴത്തെ കാത്തുകൊണ്ട് സമൂഹത്തിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊള്ളണമേ. ആമേൻ. മിശിഹ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കുവാമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മുള്ളുകൾക്കിടയിൽ നിൻ എന്നെ ഉയർത്തുവാൻ മുൾമുടിയണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നോരൻ ചിത്തത്തിൻ മുറിവുകളോരോന്നും തന്നിണത്താലവൻ ശുദ്ധമാക്കി. മാലാഖമാർ പാടി രക്ഷകൻ കർത്താവ്, എൻ കൃത്യം ഞാനുമേറ്റുപാടി. കുരിശിൽ മരിച്ചവൻ, രക്ഷകനായി തീർന്നവൻ, ഉത്ഥാനം ചെയ്തവൻ കർത്താവായി. മറ്റൊരു നാമവുമില്ല ഈ ഭൂവിതിൽ, യേശുവിൻ മോഹന നാമമല്ലാതെ. വാനവദൂതരുമായി ചേർന്നു പാടിയിടുന്നു രക്ഷകൻ കർത്താവെന്ന സ്നേഹനാമം. സ്വർഗമഹത്വത്തിൽ ചേർക്കുവാനെന്നെയും നിന്നാത്മാവിനെ നൽകി ധന്യമാക്കണേ. മുള്ളുകൾക്കിടയിൽ നിൻ എന്നെ ഉയർത്തുവാൻ മുൾമുടിയണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നോരൻ ചിത്തത്തിൻ മുറിവുകളോരോന്നും തന്നിണത്താലവൻ ശുദ്ധമാക്കി. മുള്ളുകൾക്കിടയിൽ നിൻ എന്നെ ഉയർത്തുവാൻ മുൾമുടിയണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നോരൻ ചിത്തത്തിൻ മുറിവുകളോരോന്നും തന്നിണത്താലവൻ ശുദ്ധമാക്കി. ദൈവത്തിന് സ്തുതി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയോടൊപ്പമായിരിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന
ഈ മിസിയോ കൂട്ടായ്മയിൽ പങ്കെടുത്ത് യേശു രക്ഷകനാണെന്ന നിത്യസത്യം അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ദാഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഇതിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്കായി യേശുവെ അവിടുന്ന് മാത്രമാണുള്ളതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാപികളായ ഞങ്ങളെ രക്ഷിക്കുവാനായി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത നല്ല ഈശോയെ, കാൽവരിയിൽ അങ്ങ് ചിന്തിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. യേശുവെ, മിസിയോ കൂട്ടായ്മയുടെ ആത്മീയ പിതാവിനെയും ബഹുമാനപ്പെട്ട ആനിമേറ്റർ അച്ഛനെയും മറ്റു വൈദികരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലീസുകുട്ടി ആന്റിയെയും റിസോഴ്സ് ടീം അംഗങ്ങളെയും കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ് എന്നിവരെയും മിസിയോയുടെ 20ാമത്തെ ബാച്ചിൽ പങ്കെടുക്കുന്ന ഓരോ അംഗങ്ങളെയും ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്നും അത് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ ജീവിക്കുന്ന ദൈവത്തെ കണ്ടെത്താനും അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുവാനും യേശുവാണ് ഏകരക്ഷകനെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനും വേണ്ട ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. മിസിയോ പ്രീലിംസ് 20th ബാച്ചിന്റെ 4ാമത്തെ സെഷനിൽ ജപമാല പ്രാർത്ഥന നടത്തി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം യാചിച്ച ഡോക്ടർ A.J. അഗസ്റ്റിൻ ആൻഡ് ഫാമിലി അഗസ്റ്റിൻ അംഗളിനും കുടുംബത്തിനും ആലപിച്ച് നമ്മെ ദൈവിക സാന്നിധ്യത്തിലേക്ക് നയിച്ച ഫ്രാൻസിസ് അംഗളിനും തിരുവചന വായനയിലൂടെയും സമർപ്പണ പ്രാർത്ഥനയിലൂടെയും നമ്മെ നയിച്ച ജോമി അളവത്തിങ്കൽ ജോമി ചേച്ചിക്കും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി നന്ദി പറയുന്നു. 1 യോഹന്നാൻ 2:2 വചനം ഇങ്ങനെ പറയുന്നു: അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. പാപാവസ്ഥയിൽ നിന്ന് മനുഷ്യമക്കളെ രക്ഷിക്കുവാൻ ഈശോ പാപപരിഹാര ബലിയായി. 7 നിത്യസത്യങ്ങളിൽ 3ാമത്തെ നിത്യസത്യമായ യേശു രക്ഷകൻ എന്ന നിത്യസത്യത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവനാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസിയോയുടെ രക്ഷാധികാരി മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ പിതാവിന്റെ സാന്നിധ്യത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന റവറന്റ് ഫാദർ സേവിയർ മാന്ദ്ര അച്ഛനെയും വൈൻഡപ്പ് സെഷൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ A.J. അഗസ്റ്റിൻ അംഗളിനെയും സ്നേഹമുള്ള പ്രൊഫസർ C.C. ആലിസുകുട്ടി അലിസംശിയെയും റിസോഴ്സ് ടീം, കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ്, ഈ പ്രോഗ്രാമിൽ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശു രക്ഷകൻ എന്ന നിത്യസത്യത്തെ കുറിച്ച് പ്രഘോഷണം ചെയ്യുന്നത് ഡോക്ടർ കാർമിലി ജോൺ ആണ്. കാർമിലി ആന്റി, പ്ലീസ്. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. പാപാവസ്ഥയിലായ മനുഷ്യന് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതും, ഞാൻ ദുർഭകനായ മനുഷ്യൻ, പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കുമെന്ന് വിശുദ്ധ പൗലോസിന്റെ ഗദ്ഗതമാർന്ന വിലാപസ്വരവും നാം കഴിഞ്ഞ ആഴ്ച കേട്ടു. ആദി മാതാപിതാക്കളുടെ പാപം മൂലം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ പാപാവസ്ഥയിലേക്ക് ആണ്ടുപോയ മനുഷ്യന് സ്വയം രക്ഷപ്പെടാനോ മറ്റുള്ളവരെ രക്ഷിക്കാനോ കഴിയാനാകാത്ത വിധത്തിലുള്ള ഒരു ദുരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് നാം കണ്ടത്. ഇവിടെയാണ് യേശു രക്ഷകൻ എന്ന നിത്യസത്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഈ രക്ഷ അനുഭവിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം, രക്ഷിക്കപ്പെടുവാൻ നമ്മെ തിരഞ്ഞെടുത്ത സമയം ഇതാണ്. അവിടെയാണ് നാം ഒരു ദൂത് കേൾക്കുന്നത്. ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്ന്. യേശു എന്ന നാമത്തിന്റെ പേര് തന്നെ ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്തു എന്ന് നാം കാണാൻ പോവുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ കുരിശിലെ ബലിയായി മാറിക്കൊണ്ട് ഇനി ജനിക്കാനിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കുഞ്ഞിന്റെ പാപകടങ്ങൾ പോലും വീട്ടുവാൻ യേശു കാൽവരിയിൽ മരിച്ചു എന്നുള്ള നിത്യസത്യമാണ് നാം ഇന്ന് ഗ്രഹിക്കാൻ പോകുന്നത്.
പാപാവസ്ഥയിൽ നിബന്ധിച്ച മനുഷ്യകുലത്തിന് രക്ഷക വാഗ്ദാനം ലഭിക്കുന്ന വചനം ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിലുള്ള ശത്രുത ഞാൻ ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കുമെന്ന്. നമുക്കറിയാം, പാമ്പ് തലയിൽ ചവിട്ടാതെ വേറെ ഏത് ഭാഗത്ത് അടിച്ചാലും അത് ചാവില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് തല തകർത്ത് രക്ഷിക്കുവാൻ ഒരു രക്ഷക വാഗ്ദാനം പഴയ നിയമത്തിൽ നാം കാണുന്നത്. അങ്ങനെ യേശുവിലൂടെ ദൈവം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു അനുരഞ്ജനം സാധ്യമാക്കി. പരിശുദ്ധ മറിയം എലിസബത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എലിസബത്ത് അവളെ അഭിവാദനം ചെയ്യുന്നത് ഇപ്രകാരമാണ്: എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവെന്ന്. അങ്ങനെ രക്ഷകനായ യേശു ഈ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകലതും പൂർത്തിയാക്കി ഓരോ മനുഷ്യന്റെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തു എന്ന് നാം കാണുകയാണ്. എല്ലാം പൂർത്തിയായിരിക്കുന്നതായി കണ്ട് ലോകത്തിന്റെ അധികാരിയായ യേശു നമ്മുടെ കർത്താവായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത് എന്നുള്ള വലിയ സത്യമാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ തിരു രക്തത്തിലൂടെ ദൈവം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കി. പാപം ചെയ്ത് പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്നു, മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്നു, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധത്തിലും വിള്ളലുകൾ വന്നു. ആ വിള്ളലുകൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ളവയായിരുന്നു, സ്വർഗവും ഭൂമിയും തമ്മിലായിരുന്നു. ആ ഒരു വിടവ് യേശുവിലൂടെ ഇല്ലാതാക്കുകയാണ് അനുരഞ്ജനം എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് തന്നെ അനുരഞ്ജിപ്പിക്കുവാൻ അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിച്ചു. അങ്ങനെ നാം ഓരോരുത്തരും സ്വതന്ത്രരായി മാറുകയാണ് ഉണ്ടായത്. മരണപാശത്തെ തകർത്തുകൊണ്ട് ഉത്ഥാനം ചെയ്ത് സകലത്തിന്റെയും ഉടമസ്ഥനായി അവൻ നമ്മുടെ കർത്താവായി. ഹെബ്രായർ 10:20 ഇപ്രകാരം പറയുന്നുണ്ട്: തന്റെ ശരീരമാകുന്ന തിരശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു എന്ന്. നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നും വേർതിരിച്ച് ഇരുന്ന ഒരു വലിയ തിരശീല ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതൻ വർഷത്തിലൊരിക്കൽ പ്രവേശിക്കുന്ന സ്ഥലം, ആ അതിവിശുദ്ധ സ്ഥലത്തെ മറച്ചിരുന്ന വിരിയാണ് ഈ തിരശീല. കാൽവരിയിൽ അവസാനത്തുള്ളി രക്തം ചിന്തി അവൻ മരിച്ചപ്പോൾ ആ തിരശീല രണ്ടായി കീറുകയാണ് ഉണ്ടായത്. അതുവഴി നമുക്ക് ഈ അനുരഞ്ജനം സാധ്യമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം പാപിയാണ്, അവൻ ശിക്ഷയ്ക്ക് യോഗ്യനാണ്, അല്ലെങ്കിൽ അഹങ്കാരിയാണ്, അവന് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളവനാണ് എന്നുള്ള നമ്മെക്കുറിച്ചുള്ള സദാ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാത്താനെ പുറന്തള്ളിക്കൊണ്ട് സർവ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ ഈ വിരിയിലൂടെ ദൈവപിതാവിലേക്ക് നമ്മെ ഉയർത്തുവാനാണ് യേശു കുരിശിൽ മരിച്ചത്. പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് എന്ന്, അത് മിസിയോയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, അവിടെ ഒരു ആരാധനയും ഒരു സമർപ്പണവും നല്ലൊരു കുമ്പസാരം നടത്തുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ഫിസിക്കൽ കോഴ്സിന് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരിക്കലെങ്കിലും ആ ഫിസിക്കൽ കോഴ്സിൽ പങ്കെടുക്കേണ്ടതാണ്. ആ സമയത്താണ് ഇത്രമേൽ വ്യക്തമായിട്ട് ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കുവാൻ വേണ്ടി തന്റെ പ്രിയപുത്രനെ കാൽവരിയിലേക്ക്, ആ കുരിശിലെ ബലിയിലേക്ക് വിട്ടുകൊടുത്ത പിതാവിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാവുന്നത്. പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. ഈ കുരിശിൽ മരിച്ചതോടെ എല്ലാം പൂർത്തിയായിരിക്കുന്നതായി യോഹന്നാന്റെ സുവിശേഷം 19:30 കാണുന്നുണ്ട്. ലോകത്തിന്റെ അധികാരി യേശുവിലൂടെ കുരിശുമരണം സാധ്യമായപ്പോൾ മാത്രമാണ് ഈ ദൗത്യം പൂർത്തിയായത്. ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെട്ടു. ആരായിരുന്നു ഈ ലോകത്തിന്റെ അധികാരി? നമുക്കറിയാം. എല്ലാ അധികാരവും യേശുവിന്റെ കയ്യിലാണ്. എന്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും യേശുവിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയ നാളുകളാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്ന് ഞാൻ പറയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ ഈശോ കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്നുള്ള ഏറ്റവും വലിയ സത്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തങ്കലിപികളിൽ എഴുതി വെക്കുമ്പോഴാണ് നമ്മുടെ അനുരഞ്ജനം സാധ്യമാകുക, നമുക്ക് സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ടാവുക, നാം രക്ഷിക്കപ്പെടുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, the one drop of blood of Jesus Christ is more powerful than the whole kingdom of Satan. അപ്പൊ നമുക്ക് നമ്മുടെ ഉടമസ്ഥാവകാശം ക്രിസ്തുവിലാണ് ഉള്ളത്. നമ്മുടെ കർത്തൃത്വം, നമ്മെ പറ്റിയുള്ള അധികാരം, അല്ലെ നമ്മുടെ മേലുള്ള അധികാരം മുഴുവൻ, എന്റെ ഉടമസ്ഥാവകാശം മുഴുവൻ
യേശുവിലാണ് എന്ന് വിളിച്ചു പറയുവാനുള്ള ഒരു ധൈര്യം അവിടുത്തെ കാൽവരിയിൽ ചിന്തിയ രക്തം നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു ധൈര്യമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും സമ്പത്ത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി പറയുക, ക്രിസ്ത്യാനി, നീ എത്ര സമ്പന്നനാണെന്ന് നീ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തതെന്ന്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് തന്നെ അവൻ അനുരഞ്ജിപ്പിച്ചു എന്നുള്ള വലിയ സത്യം മനസ്സിലാകുമ്പോൾ നമ്മുടെ പാപ പരിഹാരം സാധ്യമാക്കിയത് ആ കുരിശുമരണമാണ് എന്നുള്ളതും യേശുവിന്റെ തിരുരക്തത്തിൽ യേശുവിന്റെ ജീവൻ ഇരിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ പാപ പരിഹാരം ചെയ്യുന്നത് ജീവനാണ്. ആ ജീവൻ നമ്മുടെ ജീവനും ശരീരവും കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയില്ല. അതായത് നമ്മുടെ ശരീരത്തിലെ രക്തം കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരു സാക്രമെന്റൽ ലൈഫ്, യേശുവിന്റെ രക്തം സ്വീകരിച്ച് ശക്തിപ്പെടണമെന്ന് പറയുക. നമുക്ക് ക്ഷമിക്കാനാവില്ല, നമ്മളിലുള്ള ഈഗോ നമുക്ക് കളയാനാവില്ല, നമുക്ക് മറ്റുള്ളവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ യേശുവിന് മാത്രം ജീവൻ കൊടുത്ത്, യേശുവിന് മാത്രം ഒരു ഉയർന്ന ജീവിത നിലവാരത്തിൽ നമ്മെ ഉയർത്തുവാനുള്ള ശക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാന, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ഈ ഒരാഴ്ചക്കാലം നമുക്ക് തീർച്ചയായും ചിന്തിക്കുമ്പോൾ എനിക്കും ആ കോഴ്സിൽ നിന്ന് ലഭിച്ചത് അതാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ള ഒരു കൃപ ആ യേശുവിന്റെ തിരുരക്തത്തിന് കഴിയുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചു എന്റെ രക്ഷകനായി മാറി. കാരണം എന്റെ പാപങ്ങൾ മോചിപ്പിക്കുവാനാണ് അവൻ വന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റത്തിലൂടെ, സർവ്വ സ്വാതന്ത്ര്യത്തിലൂടെ സർവത്തിന്റെ അധികാരിയായി മാറി. അങ്ങനെ അവൻ എന്റെ കർത്താവായി. അവൻ പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി എന്നും മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ള, പിതാവിന്റെ സന്നിധിയിൽ ഉപവിഷ്ടനായിക്കൊണ്ട് മഹത്വീകരിക്കപ്പെട്ട് വലത്തുവശത്ത് ഉപവിഷ്ടനായി അങ്ങനെ എന്റെ മിശിഹ ആയി മാറിയിരിക്കുന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആകാശത്തിനു മീതെ രക്ഷയ്ക്കായി ഏകനാമം മാത്രം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നാം രക്ഷയിലേക്ക്, കാരണം നമുക്കറിയാം, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ പീഡകളേറ്റു മരിച്ചു. എന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കുരിശുമരണം ഏറ്റെടുത്തു. എനിക്ക് വേണ്ടി കുരിശിലേറി ക്രിസ്തുവിന്റെ രക്തം വിലയായി നൽകിക്കൊണ്ട് ഒരു വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. പിതാവിന്റെ സന്നിധിയിൽ അല്ലെ പിതാക്കന്മാരിലൂടെ നമുക്ക് ലഭിച്ച വ്യക്തമായ ജീവിത രീതികൾ, നമ്മുടെ അന്ധവിശ്വാസം അല്ലെ നാം വളരെ പാപികളാണ് എന്നുള്ള നമ്മുടെ ചിന്ത, അങ്ങനെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യക്തമായ ജീവിത രീതികൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്തത് നശ്വരമായ സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത യേശുവിന്റെ തിരുരക്തമാണ്. അത് എല്ലാവർക്കും ഉള്ളതാണ്. യഹൂദർ വിശ്വസിച്ചിരുന്നത് അവർക്ക് മാത്രമുള്ള രക്ഷ എന്നുള്ളതാണ്. ആ സത്യദൈവത്തിലേക്ക് മറ്റാർക്കും പ്രവേശനം ഇല്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്: ഇരുകൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട് എന്ന്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുക, യഹൂദരെന്നോ വിജാതീയരെന്നോ അടിമയെന്നോ സ്വതന്ത്രരെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും യേശുവിൽ രക്ഷയുണ്ട്. ഈ സ്തുത്യർഹമായ രക്ഷ സ്വന്തമാക്കുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സന്തോഷത്തിലേക്ക്, ആ സ്വാതന്ത്ര്യത്തിലേക്ക്, ആനന്ദകരമായ ഏതൻ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ യേശുവിന്റെ തിരുരക്തം കുരിശിലെ ബലി യോഗ്യരാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഈശോയിലൂടെ ദൈവം ചെയ്തത് ഏറ്റവും ഹൃദ്യമായി മനസ്സിലാക്കിക്കൊണ്ട് യേശുവിന്റെ സ്നേഹത്തിലായിരിക്കുവാനും ആ തിരുരക്തത്തിന്റെ ഭാഗവാക്കുകളാവാനും നിത്യജീവൻ സ്വന്തമാക്കുവാനും നമുക്ക് ഈ ആഴ്ച തീർച്ചയായും പരിശ്രമിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ നേടിത്തന്ന ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്കും പങ്കുചേരാം. ആമേൻ. നല്ലൊരു പ്രഭാഷണം നടത്തിയ കാർമിനി ആന്റിക്ക് നന്ദി പറയുന്നു. ടെസ്റ്റിംഗ് നടത്തുന്നതിനായി മിസ്സിസ് മേരി സുദർശനാണ്. മേരി ആന്റി പ്ലീസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും ധന്യമായ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് രൂപവതി എന്നായിരുന്നു. ഞാൻ 2024 മേരി സുദർശൻ എന്ന പേര് ഈശോയുടെ നാമത്തിൽ സ്വീകരിച്ചു. മാമോദിസ മുങ്ങി. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആളാണ്. എന്നാൽ ഒരു കത്തോലിക്ക മകനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. എന്നാൽ ഈശോയെ ഞാൻ അറിയുന്നില്ല. ചേട്ടനും അത്ര തിരിച്ചറിവില്ലായിരുന്നു. അങ്ങനെയുള്ള അമ്പലത്തിലെല്ലാം പോയി അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. എന്നാൽ എൻ്റെ അമ്മ ഇങ്ങനെ സ്നേഹിച്ച് വിവാഹം കഴിച്ച എൻ്റെ പേർക്ക് 13 വർഷം എന്നോട് മിണ്ടിയേ ഇല്ല. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഞാൻ മണർകാട് പള്ളിയിൽ 8 നോമ്പെടുത്ത് 8-ൽ ഒരു ദിവസം പള്ളിക്ക് ചുറ്റും മുട്ട നടന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എൻ്റെ അമ്മ എന്നോട് മിണ്ടണം.
ശരിക്കും അത് എൻ്റെ ഒരു തുറന്ന കുമ്പസാരമായിരുന്നു എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പാവങ്ങളെല്ലാം അവിടുന്ന് ആ ഒരു പ്രവൃത്തിയിലൂടെ കഴുകി കളയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ എന്നെ 8ാം പക്കം വീട്ടിൽ വിളിച്ചു. എൻ്റെ ജീവിതത്തിൽ അതിൽ പിന്നെ വന്നത് ഒത്തിരി നന്മകളും വലിയൊരു വെളിച്ചവുമായിരുന്നു. എനിക്ക് കുഞ്ഞുനാളിലെ ഉണ്ടായിരുന്ന യൂറിനൽ ഇൻഫെക്ഷൻ രോഗം മാറി. 50 പേരിൽ ഒരാളായിട്ട് തയ്യൽ പഠിച്ച് തയ്യക്കടയിട്ടു. പിന്നെ എൻ്റെ ചേട്ടനൊരു ചെറിയ സ്മോൾ അടിക്കുമായിരുന്നു, അത് ശേഷം മാറിപ്പോയി. ലോൺ എടുത്തിട്ടായിരുന്നു ഞാൻ വീട് പണിതിരുന്നത്. അപ്പൊ ലോൺ എഴുതി തള്ളി, ആധാരം തിരിച്ചു കിട്ടി. എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. മൊത്തത്തിൽ എൻ്റെ ജീവിതം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന പോലെ മാറി. എന്നാൽ ഞാൻ അറിയുന്നില്ല പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നതാ. ഈ സൗഭാഗ്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ വീണ്ടും ചേട്ടന് പാൻക്രിയാസിന് നീർക്കെട്ട് വന്നു, ചേട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ അങ്ങനെ ഞങ്ങള് വീണ്ടും അമ്പലത്തിൽ പോയി ചെന്ന് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ ചേട്ടൻ പറഞ്ഞു വിട്ടു. നോക്കി അയാൾ പറഞ്ഞു നല്ല ദൈവാധീനമുണ്ട്, എല്ലാ ആഴ്ചയിലും വന്ന് നാരങ്ങ വിളക്കും കത്തിച്ച് ഇത്രയും പൂജ ചെയ്തോളാൻ പറഞ്ഞു. എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് 500 രൂപ വെച്ച് ഞാൻ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. മുടക്കം വരുത്തുമ്പോ അയാൾ പറയും മുടക്കരുതേ, മുടക്കിയ ദോഷമാന്ന് പറയും. മുടക്കാതെ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു 5-6 വർഷം തുടരെ ചെയ്യുകയാണ്. അയാൾ ആ അമ്പലത്തിൽ നിന്ന് വേറെ അമ്പലത്തിലോട്ട് തിരുമേനി മാറിപ്പോകുമ്പോ നമ്മളും അങ്ങ് പുറകെ പോവുകയാണ്. പക്ഷേ എനിക്ക് തോന്നുകയാണ് ഇയാൾ മരിച്ചാ ഞാൻ ആരുടെ പിന്നാലെ പോകും. എനിക്ക് ശരിക്കും എന്റെ സങ്കട സമയത്ത് ഞാൻ ഇയാളെ വിളിച്ചു പറയും, ഇപ്പൊ ശരിയാകുമെന്ന് പറയും. എന്നിട്ട് ഒരു കൈയുടെയും കാലിന്റെയും ഒക്കെ ചെറിയ രൂപമൊക്കെ എനിക്ക് പ്രാർത്ഥിച്ചു തരും. അപ്പൊ അതുകൊണ്ട് ഞാൻ കടയിലും വീട്ടിലും ഒക്കെ വെക്കും. ഞാൻ വിചാരിച്ചു അതുകൊണ്ട് മാറിയതായിരിക്കും എന്ന്. പക്ഷെ എന്റെ കണ്ണുനീര് കാണുന്ന ദൈവമായി എനിക്കത് മാറ്റി തന്നു. തിരിച്ചറിയുന്നില്ലായിരുന്നു. ഒടുവിലാണ് ഉണർന്നത്. കാല പിറക്കുന്നവരുടെ ഇടയിൽ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിരുന്നു. എങ്കിലും കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിച്ച് ചക്ക നിറച്ചു. പ്രഭാഷകൻ 33:16. അങ്ങനെ ഞാൻ ദൈവത്തെ അറിയുന്നില്ലെങ്കിലും പ്രാർത്ഥിച്ച് മീൻസ് ഞാൻ ഇങ്ങനെ ഈ അമ്പലത്തിൽ പോയി നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടും ദൈവം വിശ്വസ്തനാണ്. എന്റെ കാര്യത്തിൽ എന്നെ ദൈവം വിളിച്ചിറക്കിയതാണ്. വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാ, പകുതി വഴി തള്ളിക്കളയില്ല എന്നെ. അതാണ് വചനം ഹോസിയ 2:14 പറയുന്നു, അവളെ ഞാൻ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് ഞാൻ അവളോട് കൃത്യമായി സംസാരിക്കും. അവൾക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടം അവിടെ വെച്ച് ഞാൻ അവൾക്ക് തിരികെ കൊടുക്കും. മേലിൽ എന്റെ ബാല എന്ന് വിളിക്കൽ, എന്റെ പ്രിയതമായി എന്ന് വിളിച്ച് അവൾ പ്രാർത്ഥിക്കും. ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടും വിശ്വസ്തനായ ദൈവം എന്റെ ജീവിതത്തിൽ നന്മ വരുത്താൻ തുടങ്ങി. ഒന്നുമില്ലാതെ വെറും വട്ടപൂജ്യമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഞാൻ എന്റെ മകളെ കാനഡയ്ക്ക് വിട്ട് പഠിപ്പിക്കാൻ ഒരുങ്ങി. ആദ്യത്തെ IELTS റിസൾട്ട് വരുമ്പോൾ ഞാനും എന്റെ മകളും മാതാവിന്റെ പള്ളിയിൽ മണ്ടക്കാട് പള്ളി പോയി നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഉള്ള പൂജയെല്ലാം ചെയ്ത് ഞാൻ മാതാവിന്റെ ആ ഒരു പ്രാർത്ഥനയിൽ നിന്ന് അകന്നു. എനിക്കൊട്ടും ആ ഒരു വിശ്വാസം ഇല്ലാതായി. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാതെ തിരിച്ചു വന്നു. വീണ്ടും ആവർത്തിച്ച് പരീക്ഷ എഴുതി. അവൾക്ക് ക്യൂബക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടി. 13 ലക്ഷം രൂപ ഞങ്ങൾ കാനഡയിൽ അടച്ചു. എന്നാ കുഞ്ഞിന് പോകാൻ പറ്റുന്നില്ല, റിജക്ഷൻ വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആ ഒരു ബുദ്ധിമുട്ടിന്റെ സമയത്ത് ഞാൻ വീണ്ടും പോയി ഈശോയോട് പ്രാർത്ഥിക്കാനിടയാകുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ബൈബിൾ വായിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ അസുഖ സമയത്ത് ഞാൻ ബൈബിൾ വായിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ അതിരാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു. ജ്ഞാനം 16:27 പറയുന്നു, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ആ വചനം പറയുന്നത്. അന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വചനം വായിച്ചു കൊടുത്തെങ്കിൽ എനിക്ക് അതിന് ഒരു തിരിച്ചറിവില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ 6ാമത്തെ ട്രിപ്പ് ബൈബിൾ വായിക്കുന്ന, ഏറെ രോഗികളുടെ കൂടെ ഇരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണെന്ന്. അന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ കുഞ്ഞിന്റെ പഠനത്തിൽ വന്ന തടസ്സം, ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിജാതിയർക്ക് വെളിപാടിന്റെ ആത്മാവിനെയാണ് അവിടുന്ന് പ്രദാനം ചെയ്യുന്നത്. ശരിക്കും എനിക്ക് ദൈവത്തിന്റെ വചനവും എൻ്റെ ജീവിതത്തിൽ വന്ന സംഭവങ്ങളും ഒക്കെ എനിക്കിങ്ങനെ ഒരു തിരിച്ചറിവ് എനിക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥന ഈ വിഗ്രഹങ്ങളുടെ അടുക്കലിൽ നിന്ന് ഈശോയുടെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു. ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മകൾ കാനഡയ്ക്ക് പോയില്ല, പക്ഷെ ഞാനും എൻ്റെ മോളും ഇന്ന് മാമോദിസ മുങ്ങി. കാനഡയുടെ അപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചു, ദൈവവചനം വായിച്ചു, ദൈവത്തിന് ഉഗന്ധ കുഞ്ഞുങ്ങളായിട്ട് മാറാൻ തുടങ്ങി. ഈശോ ഏകരക്ഷകനാണ്, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമമാണെന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യത്തോടെ പറയാൻ സാധിക്കും. ഞാൻ എൻ്റെ ഞാൻ ഇങ്ങനെ ഈ ബിസിയോയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ മാമോദിസ മുങ്ങിയിട്ടില്ല.
കടയിൽ വരുന്ന, ഞാൻ ഈശോ അറിഞ്ഞു കഴിഞ്ഞപ്പോ കടയിൽ വരുന്ന 6 അടുത്ത് എനിക്ക് ഈശോയെ പറയണം. പത്രോസ് നേരെ വെളുക്കോളം മീൻ പിടിച്ചു, ഒന്നും ലഭിച്ചില്ല. വെളുപ്പിനെ ഈശോ പടകി വന്നിട്ട് പറയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്. അപ്പൊ ഏറെ ലഭിച്ചു. ഈ മീനിന്റെ പെരുപ്പം കാരണം പറയാണ്, പത്രോസ് പറയാണ്, അയ്യോ ഞാൻ പാവിയാകുന്നു. ഇല്ല, നിന്നെ ഞാൻ ഇനി മീനെ പിടിക്കുന്നവനല്ല, മനുഷ്യനെ പിടിക്കുന്നതാകും. അപ്പൊ ശരിക്കും എന്റെ ജീവിതത്തെ ദൈവം മാറ്റി അനേകരുടെ ഇടയിലേക്ക് ദൈവവചനം കൊടുക്കാനും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഈശോ എനിക്ക് തരിക ചെയ്ത്. അങ്ങനെ ഞാൻ കടയിലിരിക്കുന്ന സമയത്താണ് ടോമിച്ചൻ അങ്കിൾ എൻ്റെ അടുത്ത് വരികയാണ്. ജസ്റ്റ് എന്നെ കാണാൻ. ആ സമയം ഞാൻ മാമോദിസ മുങ്ങിയിട്ടില്ല. പക്ഷെ ദൈവവചനം എൻ്റെ വായിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. അവൻകളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആ പ്രകാശം എൻ്റെ മുഖത്ത് പ്രതിഫലിക്കാൻ തുടങ്ങി. അങ്കിൾ എന്നോട് പറയുകയാണ്, ഇതുപോലുള്ളവരെയാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വേണ്ടത്. അങ്ങനെ ഞാൻ മിസിയോയിൽ ജോയിൻ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ മാമോദിസ മുങ്ങിയത്. ഏറ്റവും എനിക്ക് എങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിന്റെ അപ്പുറത്തെ ഈശോയാണ് ഏകരക്ഷകൻ. പരിശുദ്ധ അമ്മ ഈശോയെ കൊണ്ട് ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന സമയത്ത് ശിമോൻ പത്രോസ് പറയുകയാണ്, സകല ജനത്തിന്റെയും രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ സർവശക്തനായ ഈശോയാണ്. അവിടെ നിന്നല്ലാതെ മറ്റൊരുവനിലും നമുക്ക് രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമമെന്ന് ഇന്ന് പ്രഘോഷിക്കാൻ എന്നെ എന്റെ ജീവിതത്തെയും ദൈവം ഒരുക്കി. ദൈവത്തിന് 1000 നന്ദി പറയാണ്. മണിക്കൂറുകൾ എടുത്താണ് ഞാൻ സാക്ഷ്യം പറയാറ്. പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഈ മിസിയോയിൽ ജോയിൻ ആയ നിങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും ധന്യമായ നിമിഷമായി ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്പർശിയായ ടെസ്റ്റിമണി നടത്തിയ മേരി ആന്റിക്ക് നന്ദി പറയുന്നു. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്നത് മേഴ്സി ടോമസിനാണ്. മേഴ്സി ആന്റി പ്ലീസ്. താങ്ക് യു ആൻമരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ അതിമനോഹരമായ പ്രൊക്ലമേഷനും ടെസ്റ്റിമണിയും നമ്മൾ കേട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ പാപാന്തകാരത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യകുലത്തിന്റെ ദുർഭകാവസ്ഥയെക്കുറിച്ചും സ്വയം രക്ഷിക്കാനാകാത്ത വിധം തകർന്നുപോയ അവന്റെ ജീവിതാവസ്ഥയെക്കുറിച്ചും നമ്മൾ കേട്ടു. ഒരു മനുഷ്യന്റെ പാപം മൂലം അവരിൽ നിന്നും ഉരുത്തിരിഞ്ഞ മനുഷ്യകുലം മുഴുവനും സഹിക്കേണ്ടി വന്ന പീഡകളും ദുരിതങ്ങളും അനവധിയാണ്. തന്റെ രൂപസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യകുലത്തെ രക്ഷിക്കാനായി പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ പുത്രൻ തന്നെ ഭൂമിയിൽ കടന്നു വന്ന് രക്ഷാകര കർമ്മം പൂർത്തിയാക്കുന്ന സുവിശേഷമാണ് ഇന്ന് നാം കേൾക്കുന്നത്. വചനം പറയുന്നു, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. 2 കൊറിന്ത്യസ് 6:2. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. പാപാവസ്ഥയിൽ നിബന്ധിച്ച മനുഷ്യകുലത്തിന് രക്ഷക വാഗ്ദാനം. പാപാവസ്ഥയിൽ നിബന്ധിച്ച മനുഷ്യകുലത്തിന് പർദീസായിൽ വെച്ച് തന്നെ രക്ഷക വാഗ്ദാനം നൽകപ്പെടുന്നതാണ് നമ്മൾ ഈ വചനത്തിലൂടെ കാണുന്നത്. മനുഷ്യകുലത്തിന്റെ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഒരു പ്രഖ്യാപനം ഉണ്ടാകുകയാണ്. ലൂക്ക 2:10-11 ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വീണ് കിടക്കുന്ന പാവാവസ്ഥയെക്കുറിച്ചുള്ള അവബോധം പോലും ഇല്ലാത്ത തരത്തിൽ മനുഷ്യകുലം തകർന്നുപോയി. എങ്കിലും രക്ഷയെ പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗം ജനം അന്നും ഭൂമിയിലുണ്ടായിരുന്നു. ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു നാൾ സ്വർഗത്തിൽ നിന്നും മാലാഖമാരുടെ സ്വരം മുഴങ്ങി. സകലർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത
അന്ന് ആകാശത്ത് പ്രതിധ്വനിച്ചു. ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെല്ലാം ജന്മസമയത്ത് തന്നെ പ്രഖ്യാപിക്കുന്ന വ്യതിരിക്തമായ ഒരു സന്ദേശത്തിന് ആട്ടിടയർ സാക്ഷ്യം വഹിച്ചു. മത്തായി 1:21. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. തനിക്ക് നിശ്ചയിച്ചു വെച്ചിരുന്ന പെൺകുട്ടി ഗർഭവതിയായിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത കേട്ട ജോസഫ് അവളുടെ സുരക്ഷിതയെ പ്രതി രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ മനസ്സിൽ ഉറപ്പിച്ചപ്പോൾ അവനെ തേടിയും സ്വപ്നത്തിലൊരു സന്ദേശം എത്തി. അതാണ് ഇവിടെ നാം കാണുന്നത്. ദൈവം രക്ഷിക്കുന്നു എന്നർത്ഥം വരുന്ന യേശു എന്ന പേര് കേട്ടതുകൊണ്ടാകണം കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ നീതിമാനായ ജോസഫ് മറിയത്തെ സ്വീകരിക്കാൻ സന്നദ്ധനായത്. ഗലാത്യ 4:4 കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒരുപോലെ ദത്തുപുത്ര സ്ഥാനം വളരെ പ്രാധാന്യമേറിയ സ്ഥാനമാണ്. സ്വന്തം മക്കൾക്ക് വീതം കൊടുക്കുന്നത് മിക്കപ്പോഴും ഓരോരുത്തരുടെ കാലശേഷമാണ്. എന്നാൽ ഒരാളെ ദത്തുപുത്രനാക്കി കുടുംബത്തിൽ സ്വീകരിക്കണമെങ്കിൽ ആദ്യം തന്നെ സ്വത്ത് എഴുതി വയ്ക്കണം. അതായത് ദൈവം നമുക്കായി നൽകേണ്ടതെല്ലാം നൽകിയാണ് നമ്മെ സ്വീകരിക്കുന്നതെന്ന് അർത്ഥം. ശിമയോനും അന്നയും നമുക്കറിയാം. ശിമയോൻ നീതിമാനും ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളുമായിരുന്നു. അന്ന പ്രവാചികയായിരുന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ലൂക്ക 2:28-30. സകല ജനത്തിന് വേണ്ടിയുള്ള രക്ഷ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതിന്റെ നിർവൃത്തിയാണ് അവരുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. പ്രത്യാശയോടെ രക്ഷകനെ കാത്തിരുന്നവരുടെ ഹൃദയ പരമാർത്ഥതയോടുള്ള ഏറ്റുപറച്ചിൽ. തന്നെ കുറിച്ചുള്ള പ്രവാചക സാക്ഷ്യം യേശു സ്വയം ഏറ്റെടുക്കുന്നു. ലൂക്ക 4:18. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന് സിനഗോഗിൽ വെച്ച് തിരുലിഖിതങ്ങളുടെ വായന നൽകി. മുൻപ് പലപ്പോഴും അവൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാകണം അവനെ വായന ഏൽപ്പിച്ചത്. പക്ഷെ അന്നത്തെ വായനയിൽ എന്തോ പ്രത്യേകത ജനം കണ്ടു. ഒരു ആധികാരികത. തന്നെ കുറിച്ച് വേദഭാഗങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് ഈശോ സ്വയം ഏറ്റെടുത്തു. ആധികാരികതയോടെ വായിച്ചു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഈ പ്രവചനങ്ങൾ തന്നിൽ നിറവേറുന്നുവെന്ന് ഈശോ പ്രഖ്യാപിക്കുന്നു. താൻ രക്ഷകനാണെന്ന യേശുവിന്റെ സാക്ഷ്യം യോഹന്നാൻ 10:9. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇത്തരം ഒരു പ്രസ്താവന നടത്തിയ മറ്റൊരു നേതാവും ഈ ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. താനാണ് വാതിലെന്നും തന്നിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്നും. ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ഇടയനും കുഞ്ഞാടും താൻ തന്നെയാണെന്നും ഇവിടെ ഈശോ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ താൻ തന്നെയാണ് വരാനിരിക്കുന്ന രക്ഷകനെന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. യേശുവിലൂടെ ദൈവം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കി. വിച്ഛേദിച്ചു കിടന്ന ബന്ധം യേശുക്രിസ്തുവിലൂടെ പുനരുദ്ധരിക്കുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് ഇവിടെ നമ്മൾ കാണുന്നത്.
സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കൊളോസ്യസ് 1:20. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അവനിലൂടെ അനുരഞ്ജിക്കപ്പെടാത്തതായി ഇനി സ്വർഗത്തിലോ ഭൂമിയിലോ ഒരു വസ്തുക്കളുമില്ല. എല്ലാം അവിടുന്ന് തന്നിലൂടെ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു കഴിഞ്ഞു. മനുഷ്യൻ തന്റെ പാപനിമിത്തം നഷ്ടപ്പെടുത്തി കളഞ്ഞ സർവത്തിന്റെയും മേലുള്ള അധികാരം അവന്റെ മരണത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടു. ആ സമയത്ത് നിങ്ങൾ ക്രിസ്തുവില്ലാതെ ഇസ്രായേലിന്റെ പൗരത്വത്തിന് അന്യരായവരും വാഗ്ദാനത്തിന്റെ ഉടമ്പടിക്ക് അപരിചിതരും പ്രത്യാശരഹിതരും ലോകത്തിൽ നിരീശ്വരരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്ന് വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്തിൽ സമീപസ്ഥരായിരിക്കുന്നു. എന്തെന്നാൽ അവനാണ് നമ്മുടെ സമാധാനം. അവൻ തന്റെ ശരീരത്തിൽ ഇരുകൂട്ടരെയും ഒന്നാക്കുകയും ശത്രുതയാകുന്ന വിഭജനം അതിൽ തകർക്കുകയും ചെയ്തു. എഫേസോസ് 2:12-15. ജാതി വ്യവസ്ഥകളുടെ വിപുല ഭാഗങ്ങൾ കൊടികുത്തി വാണിരുന്ന സമയം, സജാതീയരും വിജാതീയരുമെന്ന കഠിനമായ വേർതിരിവ്, യഹൂദരോട് സംസാരിക്കാൻ പോലും അനുവാദമില്ലാത്ത വിധം മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്ന ഇടത്താണ് ജെറുസലേം ദേവാലയത്തെ വിജാതീയരിൽ നിന്നും വേർതിരിക്കുന്ന വലിയ വിഭജന മതിൽ കെട്ടിവെച്ചിരുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിൽ വിഭജന മതിലിന്റെ അവശിഷ്ടം കാണാം. അകത്തു കിടക്കുന്ന വിജാതിയർ മരണശിക്ഷാർഹരാണെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ വിഭജന മതിലിന്റെ അവശിഷ്ടങ്ങളാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. ചട്ടങ്ങളുടെ കൽപ്പന അടങ്ങുന്ന നിയമം ഇല്ലാതാക്കി തന്നിൽ ഇരുകൂട്ടരുടെയും പുതിയ മനുഷ്യരാക്കി രൂപം കൊടുത്ത് അവർ സമാധാനം സ്ഥാപിച്ചു. കുരിശ് വഴി തന്നിൽ ശത്രുത നിഗ്രഹിച്ച് ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണിത്. അവൻ വന്ന് വിദൂരസ്ഥരായ നിങ്ങളോട് സമാധാനം പ്രസംഗിച്ചു, സമീപസ്ഥരോടും സമാധാനം പ്രസംഗിച്ചു. കാരണം അവനിലൂടെ നമ്മൾ ഇരുകൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. എഫേസ്യോസ് 2:16-18. തന്റെ ശരീരത്തിലൂടെ അവൻ സജാതീയരെയും വിജാതീയരുടെയും അകൽച്ച മാറ്റി ഒന്നിപ്പിച്ചു. തന്റെ ശരീരമാകുന്ന തിരശ്ശീലയുടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. എബ്രായർ 10:20. ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായ അകൽച്ച അവന്റെ ശരീരം അർപ്പിക്കുന്നതിലൂടെ അവൻ ഇല്ലാതാക്കി. യേശുവിന്റെ മരണസമയത്ത് ദേവാലയത്തിന് തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ 2 കീറി മാറി. അങ്ങനെ വർഷത്തിലൊരിക്കൽ പ്രധാന പുരോഹിതർ മാത്രം പ്രവേശനം അനുവദിക്കപ്പെട്ടിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്ത് എല്ലാവർക്കും പ്രവേശനം സാധ്യമായി. അങ്ങനെ അകൽച്ച ഇല്ലാതായി. യേശുവിന്റെ കുരിശുമരണത്തിലൂടെ ദൈവം മനുഷ്യകുലത്തിന്റെ പാപപരിഹാരം സാധ്യമാക്കി. ലോക പാപങ്ങളാണ് യേശുവിന്റെ ശരീരമായി കുരിശിൽ തൂങ്ങിക്കിടക്കുന്നതെങ്കിൽ അവന്റെ മരണത്തോടെ പാപങ്ങളും മരിച്ചു. അവൻ അങ്ങനെ മനുഷ്യകുലത്തിന്റെ പാപപരിഹാര ബലിയായിത്തീരുന്നു. നിയമപ്രകാരം മനുഷ്യരുടെ പാപപരിഹാര ബലിക്കായി ഊനമറ്റ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെടണം. ലേവ്യർ 4. ലേവ്യരുടെ പുസ്തകത്തിൽ പാപപരിഹാരത്തിന് അർപ്പിക്കപ്പെടേണ്ട ബലികളെ കുറിച്ച് 4, 5, 6, 7 അധ്യായങ്ങൾ വിവരിക്കുന്നുണ്ട്. കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. പാപപരിഹാര ബലി അർപ്പിച്ചതിന് ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. ലേവ്യർ 16:21. അതിന്റെ തലയിൽ കൈകൾ വെച്ച് അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ കൃത്യങ്ങളും അക്രമങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിന്റെ ശിരസിൽ സുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. തുടർന്ന് വായിക്കുന്ന ഇപ്രകാരമാണ്: കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജന പ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. ഈ സ്ക്രീനിൽ കാണുന്ന 2 ചിത്രങ്ങൾ തമ്മിൽ എന്തെങ്കിലും താരതമ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അന്നത്തെ മഹാപുരോഹിതനായ അഹറോൻ ഇസ്രായേൽ ജനത്തിന്റെ അതിക്രമങ്ങളും പാപങ്ങളും ഒരു കോലാടിന്റെ തലയിൽ ഇറക്കി വയ്ക്കുന്നതാണ് ഇവിടെ കാണുന്നതെങ്കിൽ, ഈശോയുടെ കാലത്തെ മഹാപുരോഹിതനായ അഹറോൻ കയ്യപ്പാസ് ജനം മുഴുവൻ നശിക്കാതിരിക്കേണ്ടതിന് ഒരുവൻ മരിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
സകല ജനത്തിന്റെ പാപങ്ങൾ അവന്റെ മേൽ ഇറക്കി വയ്ക്കുന്നതാണ് കാണുന്നത്. ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി മരിക്കേണ്ട കുഞ്ഞാട് യേശുവാണെന്ന് കയ്യഫാസ് പ്രവചിക്കുന്നു. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. യോഹന്നാൻ 11:50. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. അതുകൊണ്ട് സ്നാപയോഹന്നാൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് തന്റെ സ്വന്തക്കാരനെ ഒരു ആട്ടിൻകുട്ടിയോട് ഭൂമിച്ചത്. നിഷ്കളങ്കനായ മനുഷ്യപുത്രന്റെ മുറിയപ്പെടൽ. 1 കൊരിന്ത്യർ 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ ആരും നമ്മുടെ സ്വന്തമല്ലെന്നുള്ള സത്യം എളിമയോടെ നാം തിരിച്ചറിയണം. യേശു ക്രിസ്തുവിന്റെ നിർമ്മല രക്തത്താൽ നാം എല്ലാവരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മുടെ വലിയ പറച്ചിൽ, നേട്ടങ്ങളെ കുറിച്ച് ഒരുപാട് നമ്മൾ പറയാറുണ്ട്. വലിയ പറച്ചിൽ നിർത്തി എളിമപ്പെടാനുള്ള ആഹ്വാനമാണ് ഇതെന്ന് തിരിച്ചറിയുക. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. യോഹന്നാൻ 12:31. ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എന്റെ മേൽ അധികാരമില്ല. യോഹന്നാൻ 14:30. ജെറുസലേം പ്രവേശനത്തിന് ശേഷം തുടർന്ന് വരാനിരിക്കുന്ന തന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരെ വളരെ സ്നേഹത്തോടെ ബോധവൽക്കരിക്കുന്നതാണ് വിശുദ്ധ സുവിശേഷങ്ങളിൽ നാം കാണുന്നത്. ഇവിടെ ഇതുവരെയും ലോകത്തിന്റെ ഭരണം നടത്തിയിരുന്ന ഒരു അധികാരിയെ ശിഷ്യർക്ക് പരിചയപ്പെടുത്തുകയാണ്. അവൻ പുറന്തള്ളപ്പെടണമെന്നും അവന് തന്റെയോ തന്നെ അനുഗമിക്കുന്നവരുടെ മേൽ യാതൊരു അധികാരമില്ലെന്ന് സമർത്ഥിച്ചുകൊണ്ട് യേശു അവരെ ധൈര്യപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. ഇവൻ പാപിയാണ്, ഇവൻ മരിക്കണമെന്ന് ദൈവസന്നിധിയിൽ മുറുമുറുക്കുന്ന സാത്താനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ യേശു ക്രിസ്തു പരിശുദ്ധനും നീതിമാനുമായ തന്റെ പിതാവിന്റെ മുൻപിൽ താൻ അവന് കൂടി വേണ്ടിയാണ് മരിച്ചതെന്ന് മധ്യസ്ഥൻ പറയുന്നു. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ മുതൽ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരങ്ങളെ ദുഷിക്കുകയും രാപകൾ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. വെളിപാട് 12:10. യേശുവിന്റെ കുരിശുമരണത്തോടെ ദൈവത്തിരുമുമ്പിൽ നിരന്തരം മനുഷ്യകുലത്തിന്റെ പാപങ്ങൾ എണ്ണിപ്പറഞ്ഞ് പുറപുറത്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. കുരിശിൽ ഈശോ എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സാത്താന്റെ കുറ്റപ്പെടുത്തലുകൾക്ക് ദൈവസന്നിധിയിൽ പ്രസക്തി ഇല്ലാതായി. അവന്റെ തല തകർക്കപ്പെട്ടു. മനുഷ്യകുലത്തിന്മേലുള്ള അവന്റെ അധികാരവും യേശു വീണ്ടെടുത്തു. പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. യോഹന്നാൻ 19:30. ദൗത്യം പൂർത്തിയായപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെട്ടു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചവൻ. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. റോമ 5:8. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായ ബഹുമാനപ്പെട്ട പനക്കിലച്ചനോ നായിക്കാൻപുള്ളച്ചനോ ജയിലിലായെന്നറിഞ്ഞാൽ അവർക്ക് പകരമായി നമ്മുടെ ആരുടെയെങ്കിലും മക്കളെ ജയിലിൽ വിടാൻ നമ്മൾ തയ്യാറാവുന്നു? ഒരിക്കലും ഇല്ലെന്ന് തന്നെയാവും നമ്മുടെ ഉത്തരം. നല്ലവനായ മനുഷ്യർക്ക് വേണ്ടി പോലും അത്തരമൊരു ത്യാഗം സഹിക്കാൻ സന്നദ്ധരാവാത്ത നമ്മുടെ മുൻപിലാണ് ഈ സത്യം നിലകൊള്ളുന്നത്. ക്രൂരരും ദോഷികളും കഠിന പാപികളുമായ നമുക്ക് വേണ്ടി തന്റെ സ്വപുത്രനെ നൽകാൻ തക്കവിധം നമ്മുടെ രക്ഷയെ കാംക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. 1 പത്രോസ് 3:18. അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21. സകല ജനത്തിനു വേണ്ടി ഒരുവൻ മരിക്കേണ്ടത് ഉചിതമാണെന്നുള്ള മഹാപുരോഹിതനായ കയ്യഫാസിന്റെ പ്രവചനം പൂർത്തിയാക്കുന്ന സംഭവമാണ് ഇവിടെ നടന്നത്. അവൻ നമുക്കായി പാപമായി മാറി
കുരിശിൽ തൂങ്ങി നിൽക്കുന്ന ഈശോ ലോകം മുഴുവന്റെയും പാപമാണ്. ആ പാപം മരിക്കണം. പാപത്തിന് വേണ്ടിയുള്ള അവന്റെ മരണത്തെ തോൽപ്പിച്ച് അവൻ ഉദ്ധാനം ചെയ്യേണ്ടിയിരിക്കുന്നു. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. കൊളോസ്യസ് 1:13. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, പ്രത്യുത അവിടുത്തെ രാജ്യത്തിന് നമ്മെ അവകാശികളാക്കുകയും ചെയ്തു എന്ന് വചനം പറയുന്നു. എത്രയോ വലിയ സ്നേഹപ്രകടനം! അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. 1 യോഹന്നാൻ 2:2. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തിൽ കഴിയുന്നവരെ എന്നേക്കുമായി രക്ഷിച്ചു കഴിഞ്ഞു. എബ്രായർ 2:15. മരണത്തിന്മേൽ അധികാരമുള്ളവനെ തോൽപ്പിച്ചതോടെ മരണഭയത്തിൽ നിന്നും മനുഷ്യകുലം മുഴുവനും മോചിപ്പിക്കപ്പെട്ടു. യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മനുഷ്യകുലത്തിന് നീതീകരണം സാധ്യമാക്കി. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി 28:18. മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. റോമ 14:9. പീഡ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്തതിന് ശേഷം ഈശോ ശിഷ്യരെ സമീപിച്ച് പറയുന്നു, തന്റെ അധികാരങ്ങൾക്ക് ഇനി സീമകളില്ല. എല്ലാ അധികാരങ്ങളും തന്റെ ചങ്കിലെ ചോര ബലിയായി നൽകിക്കൊണ്ട് താൻ വീണ്ടെടുത്തിരിക്കുന്നു. മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും ഇനി ജനിക്കാനും ജീവിക്കാനും ഇരിക്കുന്ന സകല മനുഷ്യകുലത്തിന്റെയും കർത്താവ്, അതായത് ജീവന്റെ ഉടമസ്ഥൻ താനാണെന്ന് ഉദ്ധാനം ചെയ്തു മരണത്തെയും ലോകത്തെയും ജയിച്ചടക്കിയ ഈശോ ശിഷ്യരെ ഉത്ബോധിപ്പിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. റോമ 5:9. ദൈവിക പദ്ധതി പ്രകാരമുള്ള നീതീകരണം തികച്ചും സൗജന്യവും പകരം വയ്ക്കാൻ ആവാത്തതുമാണ്. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. റോമ 3:24. മരണപാശത്തെ തകർത്ത് ഉദ്ധാനം ചെയ്ത് നീതീകരിച്ച് സകലത്തിന്റെയും ഉടമസ്ഥനായി കർത്താവായി. മരണപാശം തകർത്തെന്ന് പറയുമ്പോൾ മരണത്തിൽ അതുവരെ അധികാരം കൈയാളിയിരുന്നവന്റെ തല തകർത്തു, മരണത്തെ തോൽപ്പിച്ചു എന്നാണ്. മരണഭയത്തിലും പാപബന്ധങ്ങളുടെ ദുഃഖഭാരങ്ങളിലും കഴിഞ്ഞവരെ നീതീകരിച്ച് സ്വതന്ത്രരാക്കി സകലത്തിന്റെയും കർത്താവ് ഉടമസ്ഥനായി മാറി. ഇനി അവന്റേതല്ലാത്തായി പ്രപഞ്ചത്തിൽ ഒന്നുമേ ഇല്ലെന്ന ബോധ്യം നമ്മെ നയിക്കട്ടെ. ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗത്തിൽ കരേറി ഭൗതീകരിക്കപ്പെട്ടു പിതാവിന്റെ വലത്ത് ഭാഗത്ത് പ്രവിഷ്ടനായി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവമക്കൾ സ്ഥാനത്തേക്ക് ഉയർത്തുകയും തന്റെ മഹത്വത്തിൽ നമ്മെ പങ്കാളികളാക്കുകയും ഒരിക്കലും പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കഴിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തു മധ്യസ്ഥൻ. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. 1 തീമോഥെയോസ് 2:5. അവൻ എന്നേക്കും നമ്മുടെ മധ്യസ്ഥനായി പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. 1 തീമോത്തി 2:4. ലോകം മുഴുവനുമുള്ള അന്ധകാരത്തിൽ കഴിയുന്ന സകല മനുഷ്യരും സത്യം അറിയണം, സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെടണം. തുല്യതാബോധവും ദൈവരാജ്യത്തിന്റെ മാധുര്യവും എല്ലാവരും നുകരുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകണം. അതാണ് അവിടുത്തെ ആഗ്രഹം. അതിനാണ് അവിടുന്ന് തന്റെ പ്രിയപുത്രനെ നമുക്കായി ലോകത്തിലേക്ക് അയച്ചത്. യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യകുലത്തെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഇനി ഒരിക്കലും കാലിടറാതെ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ
ഒരിക്കലും കാലിടാതെയും ഒരിക്കലും ഭയപ്പെടാതെയും സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ നമ്മെ അവിടുന്ന് ക്ഷണിക്കുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഗലാത്യ 5:1. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാവും. യാക്കോബ് 1:25. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ച് കഴിഞ്ഞതാണ്. രക്ഷാകര പ്രവർത്തികളും മഹത്വീകൃത നാമങ്ങളും. അവൻ എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ അവൻ എൻ്റെ രക്ഷകനായി. അവനെ ദൈവം ഉയർപ്പിച്ചപ്പോൾ അവൻ എൻ്റെ ജീവന്റെ ഉടമസ്ഥനായി, കർത്താവായി മഹത്വീകരിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവൻ നൽകിയതോടെ അവൻ ക്രിസ്തുവായി. സ്വർഗത്തിൽ നമ്മുടെ മധ്യസ്ഥനായി കർത്താവ് ഈശോ മിശിഹ. നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. യേശു ക്രിസ്തുവിലൂടെ ദൈവം നൽകിയ രക്ഷയുടെ ആഴവും പരപ്പും ആസ്വദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിൽ അഭിമാനിക്കുന്ന, രക്ഷയുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കുന്ന സാക്ഷ്യത്തിന്റെ സമൂഹമായി തീരാൻ പ്രതിജ്ഞാബദ്ധരാകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുറച്ച് അനൗൺസ്മെന്റ്സ് ഉണ്ട്, ശ്രദ്ധിക്കണേ. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 36 ക്ലാസ്സുകൾ ഉള്ള ഫുൾ മിസ്സിയോ കോഴ്സ് എല്ലാ മാസവും സർവ്വജ്ഞ മിസ്സിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് മെയ് 11 മുതൽ 16 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 9746917273 7012574557 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. മെയ് മാസം 12 മുതൽ 16 വരെ സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് മിസ്സിയോ ടീമിന്റെ നേതൃത്വത്തിൽ വചന പ്രഘോഷകർക്ക് വേണ്ടി മിസ്സിയോ റെസിഡന്റൽ കോഴ്സ് നടത്തപ്പെടുന്നു. രജിസ്റ്റർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9496038700. മെയ് മാസം 4 മുതൽ 9 വരെ ജഗ്ദൽപൂർ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് ഹിന്ദിയിൽ മിസ്സിയോ റെസിഡന്റൽ കോഴ്സ് നടന്നു. മെയ് മാസം 18 മുതൽ 23 വരെ മിസ്സിയോ ഭവനിൽ വെച്ച് ഇംഗ്ലീഷിൽ മിസ്സിയോ റെസിഡന്റൽ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9061954230 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കും ഒക്കെയായി മിസ്സിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസ്സിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസ്സിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. വീഡിയോ ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്ക് അത് ലഭ്യമാണ്. നമ്മളൊരു മിഷൻ ആണെന്ന ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അറിയിക്കുക. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസ്സിയോ കുടുംബത്തിൽ നിന്നും പടസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. വൈൻഡ് അപ്പ് സെഷൻ ചെയ്യുന്നതിനായി ഡോക്ടർ എച്ച് അഗസ്റ്റിൻ ആണ്. അഗസ്റ്റിൻ അങ്കിൾ പ്ലീസ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഡോക്ടർ കാർമിലിയുടെയും അതുപോലെ രൂപവതി
എന്ന പൂർവാശ്രമത്തിൽ അറിയപ്പെട്ട മേരിയുടെയും ഏറ്റവും അവസാനമായി മേഴ്സിയുടെയും ഒക്കെ പ്രഘോഷണത്തിലും സാക്ഷ്യ അവതരണത്തിലൂടെയും സ്ലൈഡ് പ്രസന്റേഷനിലൂടെയും നാം യേശു ദൈവം രക്ഷിക്കുന്നുവെന്ന് അർത്ഥമുള്ള നമ്മുടെ കർത്താവ്, നമ്മുടെ ഉടമസ്ഥൻ 2000 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ കുരിശു മരണ ഉത്ഥാന മഹത്വീകരണം കൊണ്ട് നമ്മളെ എല്ലാം രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്നുള്ള ആ രക്ഷാകരമായ വാർത്ത, ആ ഏറ്റവും സന്തോഷമുള്ള വാർത്ത നമ്മളെ കൃത്യമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ച അവസാനിക്കുമ്പോൾ നമ്മൾ ഇതേ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതിന്റെ കാരണം പൗലോസ് അപ്പോസ്തലൻ നെടുവീർപ്പെട്ടതുപോലെ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും, ഞാൻ ദുർഭകനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കുവാൻ ദൈവം നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. ഇവിടെ നാം നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ കോറിയിടേണ്ടതായിട്ടുള്ള ആ സത്യം 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം യോഹന്നാൻ ശ്ലീഹായിലൂടെ നമ്മെ അറിയിച്ചതുപോലെ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം, സ്നേഹപിതാവായ ദൈവം തന്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ച ദൈവം തന്റെ സ്വപുത്രനെ അയച്ചു. അവൻ മനുഷ്യനായി ഇവിടെ ജനിച്ചു. ആ ജനന സമയത്ത് തന്നെ അവന്റെ ജനനത്തിന്റെ ഉദ്ദേശം മുഴുവനായി ദൂതന്മാർ പറഞ്ഞതായിട്ട് നാം പ്രഘോഷണത്തിലും സ്ലൈഡ് പ്രസന്റേഷനിലും കേട്ടതാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തില് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കൊരു സദ്വാർത്ത നൽകുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ദാവീദിന്റെ പട്ടണത്തില് നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വീണ്ടും നാം ഇവിടെ സ്ലൈഡ് പ്രസന്റേഷന്റെ അവസാനം കണ്ടത് ഒന്ന് ഓർത്തെടുത്താൽ, മിശിഹ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് എന്റെ രക്ഷകനായി. കാരണം ഞാൻ പാപം ചെയ്ത് ആ ദൈവ കുടുംബത്തിന്റെ വലിയ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് എന്റെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം കാരണമായെങ്കിൽ ആ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, അതുകൊണ്ടാണല്ലോ 1 യോഹന്നാൻ 2:2 നമ്മൾ ഇപ്രകാരം കേട്ടത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവന്റെയും. അങ്ങനെ ഈ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളുടെ പരിഹാര ബലിയായിട്ട് അവൻ മരിച്ചതുകൊണ്ട് അവൻ എൻ്റെ രക്ഷകനായി. അവൻ ഉയർപ്പിക്കപ്പെട്ടതുകൊണ്ട് ആ രക്ഷ ഒന്നുകൂടി സ്ഥിരീകരിച്ച് നീതീകരിച്ച് അവൻ എൻ്റെ കർത്താവായി, എൻ്റെ ഉടമസ്ഥനായി. അവൻ സ്വർഗത്തിലേക്ക് കരേറി സ്നേഹപിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായതുകൊണ്ട് അവൻ മിശിഹ ആയി. അതുകൊണ്ടാണ് കർത്താവ് ഈശോ മിശിഹ എന്നുള്ള ആ നാമം നാം നമ്മുടെ പ്രാർത്ഥനകളിലും ദൈവത്തിനെ, യേശുവിനെ നമ്മൾ വിളിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടായിരിക്കാം ദൈവം തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയക്കേണ്ടി വന്നത്? വീണ്ടും നമ്മൾ പ്രഘോഷണത്തിന്റെ, ഡോക്ടർ കാർമിലയുടെ പ്രഘോഷണത്തിലും മേഴ്സിയുടെ പ്രസന്റേഷനിലും ഒക്കെ നമ്മൾ കാണുകയാണ്. ലേവ്യരുടെ പുസ്തകം 4, 5, 6 അധ്യായങ്ങളില് ഇസ്രായേൽ ജനത്തിന്റെ പാപം മുഴുവനും എങ്ങനെയാണ് പാപപരിഹാര ബലിയായിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തപ്പെടുന്ന പാപപരിഹാര ബലി, ഇവിടെ നമ്മൾ വായിച്ചത്, ഇവർ കൃത്യമായി വായിച്ച് നമ്മളെ കേൾപ്പിച്ചതാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ് നമ്മൾ കണ്ടത്? കോലാടിന്റെ തലയില് പ്രധാന പുരോഹിതനായ അഹറോൻ കൈകൾ വെച്ച് ലോകത്തിന്റെ മുഴുവൻ, ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ എല്ലാവരുടെയും പാപങ്ങൾ ആ കോലാടിന്റെ തലയിൽ കൈകൾ വെച്ച് അതിന്മേൽ ചുമത്തിയിട്ട് അതിനെ ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൂടെ
മരുഭൂമിയിൽ പറഞ്ഞുവിട്ട് അതവിടെ ഈ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടായിട്ട് മരിക്കുന്നതായിട്ട് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരു സിമിലിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഊനമറ്റ കുഞ്ഞാട് വേണം പാപപരിഹാരത്തിന് ബലിയായി അർപ്പിക്കപ്പെടുവാൻ. മനുഷ്യകുലത്തിൽ ജനിച്ച മനുഷ്യൻ എന്ന് പറയുന്ന ആ വർഗത്തിൽ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല എന്ന് നമുക്കറിയാം. കാരണം നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലോ, ഞാൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ പാപിയാണ്. കാരണം എൻ്റെ മാതാപിതാക്കൾ ചെയ്ത ദൈവനിഷേധം, ദൈവത്തിനുള്ള അനുസരണമില്ലായ്മ എല്ലാവരെയും പാപത്തിന്റെ അടിമകളാക്കി. അങ്ങനെ മരണത്തിന്റെ മേൽ അധികാരമുണ്ടായിരുന്ന പിശാചിന് ആ അടിമകളെയും കൊണ്ട് നടക്കുന്നിരുന്നിടത്ത് ഊനമറ്റ കുഞ്ഞാടായിട്ട് ദൈവപുത്രന് എന്തായാലും പാപം ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ സ്നേഹമാണ്, ദൈവ സ്നേഹമാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹം മാത്രമായ ദൈവത്തിന്റെ ഏകപുത്രനായ യേശുവിനെ അവൻ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ നമ്മുടെയൊക്കെ പാപങ്ങൾ മുഴുവനും, നമ്മുടെ മാത്രമല്ല, യോഹന്നാൻ 1:2 വായിക്കുന്ന പോലെ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിന് അവന്റെ പാപപരിഹാര ബലി മതിയാകുമെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ അങ്ങനെ ഇവിടെ മേഴ്സി പറയുകയായിരുന്നു, സത്യം നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ സത്യം, അങ്ങനെ ഒരു സത്യം അറിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാകും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാ പറയുന്നത്. ഏതാണ് സത്യം എന്ന് ഞാൻ പറഞ്ഞു. ഹൃദയത്തിന്റെ ഭിത്തിയിൽ കോറിയിടേണ്ടത് 2000 വർഷങ്ങൾക്ക് മുൻപ് എന്റെയും ഈ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ ആ കടം യേശു തന്റെ മരണത്താൽ, ഉയർപ്പിനാൽ അങ്ങനെ നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നുള്ള ആ രക്ഷാകര സദ്വാർത്ത നമ്മുടെ ഹൃദയത്തിലെ കോറിയിടണം. സ്നേഹമുള്ളവരെ, നാം ഇപ്പോൾ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. അവന്റെ പാപമില്ലാത്തവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നാം ഒക്കെ ദൈവത്തിന്റെ ദത്തുപുത്രന്മാരാണ്. എന്താണ് ദത്തുപുത്രന്റെ പ്രത്യേകതയെന്ന് നമ്മൾ കേട്ടു. മക്കൾക്ക് അവരുടെ അവകാശം മരണശേഷമാണ് കിട്ടുന്നതെങ്കിൽ, പിതാവിന്റെ സ്വത്തിന്റെ അവകാശം കിട്ടുന്നെങ്കിൽ, ദത്തുപുത്രന്മാർക്ക് അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കണമെന്നാണ് നമുക്കറിയാവുന്ന നിയമം. അങ്ങനെയെങ്കിൽ ദൈവം ദൈവപുത്രന്മാരായിട്ട് അവന്റെ രക്തം കൊണ്ട്, അവന്റെ ഏകപുത്രന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു സന്തോഷത്തില് എന്നെ ദൈവം രക്ഷിച്ചു കഴിഞ്ഞതാണെന്നുള്ള ആ സന്തോഷത്തിൽ കഴിയാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ഈ ദിവസത്തിന്റെ ഈ അവസാന മണിക്കൂറുകൾ നമ്മൾ മനസ്സിലാക്കുകയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വചന വിചിന്തനങ്ങൾ നടത്തുമ്പോഴും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ഇന്നത്തെ ഈ സ്ലൈഡ് പ്രസന്റേഷനും ആ പ്രഘോഷണവും ആ സാക്ഷ്യാവതരണവും ഒക്കെ ഒന്നുകൂടി കേട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ സത്യം രൂഢമൂലമാകുവാൻ തയ്യാറാവണമെന്നും എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ രക്ഷാകര ദൗത്യത്തിലൂടെ ദൈവം നമുക്ക് നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനുള്ള വലിയ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. താങ്ക് യു അങ്കിൾ. സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നത് റെവറൻഡ് ഫാദർ സേവ്യർ മാന്ത്രയാണ്. അച്ഛൻ ആന്ധ്രയിലെ റായ്ദുർഗിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛ പ്ലീസ്. അച്ഛൻ കേറിയിട്ടില്ലെന്ന് തോന്നണ കേട്ടോ. അച്ഛനെ തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. അച്ഛൻ കേറിയിട്ടില്ല. സമാപന ഗാനത്തോടുകൂടി ഈ സെഷനോട് അവസാനിക്കുകയാണ്. ഈ സെഷൻ യാതൊരു തടസ്സങ്ങളുമില്ലാതെ നമ്മെ നടത്താൻ സഹായിച്ച ത്രിയേക ദൈവത്തിനും വിവിധ പ്രോഗ്രാമുകൾ ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. എണ്ണി എണ്ണി തീരാത്ത നന്മകൾ
എന്റെ മേൽ ചൊരിഞ്ഞവനേ, എണ്ണമില്ലാത്ത നിൻ നന്മകളഖിലം ആരിതിൽ പോഷിക്കാൻ വരുന്നിത ഞാൻ. എണ്ണി എണ്ണിത്തീരാത്ത നന്മകൾ എന്റെ മേൽ ചൊരിഞ്ഞവനേ, എണ്ണമില്ലാത്ത നിൻ നന്മകളഖിലം ആരിതിൽ പോഷിക്കാൻ വരുന്നിത ഞാൻ. പാരിതിൽ പോഷിക്കാൻ വരുന്നിത ഞാൻ.